നമസ്കാരം. കാർമൽ കാം കളക്ടീവിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സരിത ടീച്ചർ, കാർമൽ സ്കൂളിലെ ആർട്ട് ഫാക്കൽറ്റിയുണ്ട്. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം സെൻസ് യുവർ ചൈൽഡ് എന്നാണ്. നിരവധി പാരൻറ്റിംഗ് സെഷനുകൾ നമ്മുടെ കാം കളക്ടീവിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു കഴിഞ്ഞു. അതിലെല്ലാം നമ്മൾ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സംസാരിക്കുകയുണ്ടായി. ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നോ യുവർ ചൈൽഡ് എന്നതിന് പകരം സെൻസ് യുവർ ചൈൽഡ് എന്ന് പേര് കൊടുത്തത് എന്നത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സെമിനാറിൻ്റെ പ്രാധാന്യം. നോ എന്നതും സെൻസ് എന്നതും രണ്ട് തലങ്ങളാണ്. നോ എന്നത് വെറുതെ കാര്യങ്ങൾ അറിയുക എന്നത് മാത്രമാണ്. സെൻസിങ് എന്നത് ഇമോഷണലി ആൻഡ് ബീയിങ് എംപത്തറ്റിക് ആണ്. അതായത് നമ്മുടെ കുട്ടിയുടെ വികാരങ്ങളെ ഇമോഷനുകളോട് കൂടി എംപത്തറ്റിക്കായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സെൻസിങ് എന്നത് നടപ്പിലാവുന്നത്. അപ്പോൾ മാത്രമാണ് ഒരു പാരൻറ്റിന് കുട്ടിയെ കൂടുതൽ കാര്യക്ഷമമായി മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഈ എഫക്റ്റീവ് പാരൻറ്റിങ്ങിൽ സെൻസിങ്ങിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുന്നിലുള്ള നമ്മുടെ കുട്ടി, ഏത് പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിലും അവനൊരു പ്രശ്നവുമായി നമ്മുടെ മുന്നിൽ വരുമ്പോൾ രക്ഷിതാവാണെങ്കിലും അധ്യാപകരാണെങ്കിലും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ആദ്യം നമ്മൾ വേണ്ടത് ആക്റ്റീവ് ലിസണിങ് ആണ്. ഇതിനു മുമ്പ് പലതവണ നമ്മൾ സംസാരിച്ചതാണ്. ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ പല തലങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയതാണ്. കാര്യങ്ങളെ വ്യക്തമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ പല തലങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് സെൻസിങ്ങിലും നമ്മൾ കാര്യമായി ചെയ്യേണ്ട ആദ്യത്തെ നടപടി. നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുന്ന വ്യക്തി ചെറിയ കുട്ടിയാണെങ്കിലും മുതിർന്ന കുട്ടിയാണെങ്കിലും ആ ശ്രദ്ധയോടുകൂടി അവൻ്റെ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതാണ് പ്രാരംഭഘട്ടം. അവിടെ വിജയിക്കുമ്പോൾ മാത്രമാണ് മറ്റ് തലങ്ങളിൽ വിദഗ്ധമായി നമുക്ക് പരിഹരിക്കാനോ അതിനെ മറികടക്കാനുള്ള വഴി ആലോചിക്കാനോ സാധിക്കുകയുള്ളൂ. ആക്റ്റീവ് ലിസണിങ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് കണ്ടന്റ് ഫീലിംഗ് റെസ്പോൺസാണ്. നമ്മുടെ മുന്നിൽ സങ്കടമാവട്ടെ, ദേഷ്യമാവട്ടെ, സന്തോഷമാവട്ടെ, എന്താണോ പ്രശ്നം അനുഭവിച്ച വ്യക്തി, പാരൻറ്റിങ്ങിലാണെങ്കിൽ അത് നമ്മുടെ കുഞ്ഞായിരിക്കാം, നമ്മളോട് പറഞ്ഞ വിഷയം ഏതാണോ ആ ഇമോഷനോട് കൂടി അത് നമ്മുടെയും പ്രശ്നമാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ പ്രശ്നം അവതരിപ്പിച്ച വ്യക്തിയുടെ പ്രശ്നം നമ്മുടേത് കൂടിയാണ് എന്നതാണ് ബീയിങ് എംപത്തറ്റിക് എന്ന് പറയുന്നത്. ആ എംപതിയോടുകൂടി നമ്മൾ കണ്ടന്റ് ഫീലിങ്ങിനെ, എന്താണോ പ്രശ്നം അവതരിപ്പിച്ച വ്യക്തിയുടെ ഫീലിംഗ്, ആ ഫീലിങ്ങോട് കൂടി മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുന്നത്. ആ കണ്ടന്റ് ഫീലിംഗ് റെസ്പോൺസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം അപ്പോൾ മാത്രമാണ് പ്രശ്നം ഷെയർ ചെയ്യുന്ന കുഞ്ഞാണെങ്കിലും മുതിർന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ പ്രശ്നം കേൾവിക്കാരന് അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ആൾക്ക് അതേ രീതിയിൽ മനസ്സിലാക്കുന്നു എന്ന വികാരം അവനുണ്ടാവുമ്പോൾ മാത്രമാണ് ശരിയാണ്, യഥാർത്ഥ സ്ഥലത്താണ് ഞാൻ എൻ്റെ പ്രശ്നം അവതരിപ്പിക്കുന്നത്, ഇവിടെ ഞാൻ സേഫാണ് എന്ന തോന്നലുണ്ടാവും. ആ തോന്നൽ പലപ്പോഴും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസം ജനിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിശ്വാസമാണ്. അതായത് പ്രശ്നം പറയുന്ന വ്യക്തിക്ക് കേൾക്കുന്ന വ്യക്തിയിൽ ഉണ്ടാവുന്ന വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും അവൻ തുറന്നു പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞിന് എന്നെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ശരിയായ രീതിയിൽ കേൾക്കുന്നുണ്ട്, എനിക്ക് വന്ന ഫീലിംഗ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് സങ്കടമാണ് വന്നത്, ആ സങ്കടം ഞാൻ ഈ സങ്കടം പറയുമ്പോൾ കേൾക്കുന്ന എൻ്റെ രക്ഷിതാവിന് സങ്കടത്തോടു കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ എനിക്ക് ദേഷ്യമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്, ആ
ദേഷ്യം തന്നെയാണ് എൻ്റെ രക്ഷിതാവിന് ഞാനത് ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ സേഫാണ്, എൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും എന്നുള്ള തോന്നലുണ്ടാവുമ്പോൾ മാത്രമാണ് അവിടെ രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് രക്ഷിതാവിൻ്റെ ഭാഗത്ത് അവൻ്റെ വികാരങ്ങളെ മാനിക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടലാവുമ്പോൾ അവൻ വല്ലാതെ നിരാശനാവുകയും ആ നിരാശ തുറന്നു പറയാൻ അവനെ പ്രേരിപ്പിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ആ പരസ്പരമുള്ള ഇൻറ്റിമസി അവർക്ക് നഷ്ടപ്പെടും. ഇൻറ്റിമസി ഇല്ലാത്ത ഒരിടത്തും ഒരു തുറന്ന സംസാരം സാധ്യമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് വിശ്വാസം ജനിച്ചു, കുട്ടി പ്രശ്നം പറഞ്ഞു, നമ്മളത് കേട്ടു, അവൻ്റെ വികാരങ്ങളോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചു എങ്കിലും പ്രശ്നത്തെ മറികടക്കാൻ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കാത്തിടത്തോളം കാലം അവിടെ ഉദ്ദേശം സക്സസ് ആവുന്നില്ല എന്ന് നമുക്ക് പറയാം. അവിടെയാണ് നമ്മുടെ അടുത്ത തലം. കുട്ടി നമ്മളോട് അവതരിപ്പിച്ച പ്രശ്നം അത് എത്ര ഭീകരതയുള്ളതാണെങ്കിലും അത് രക്ഷിതാവിനെ ചിലപ്പോൾ നല്ല രീതിയിൽ ബാധിക്കാം, അല്ലെങ്കിൽ രക്ഷിതാവിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ആ പ്രശ്നത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് കുട്ടിയെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ രക്ഷിതാവ് തികഞ്ഞ സമചിത്തതയോടെ ശാന്തമായ മനസ്സോടെ തൻ്റെ കുട്ടിക്കൊപ്പം നിന്ന് ആ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കുമ്പോൾ അവന് വേണ്ട ഒരു സപ്പോർട്ടീവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നത്തെ മറികടക്കാൻ കുട്ടിക്ക് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് അവന് മാനസികമായ നിരവധി തലങ്ങളിലേക്ക് അവനെ എത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ രക്ഷിതാവിന് സാധിക്കുന്നിടത്താണ് നമുക്ക് എഫക്റ്റീവ് പാരൻറ്റിങ് സാധ്യമായി എന്ന് പറയാൻ സാധിക്കും. എഫക്റ്റീവ് പാരൻറ്റിങ് സാധ്യമായെടുത്ത് ആ കുഞ്ഞിന് എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ നല്ല റിസൾട്ട് കാണാൻ സാധിക്കും. അവന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അവന് വളരെ വ്യക്തമായി കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ സാധിക്കും. അതേസമയം അവന് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്വയമേവ ലഭ്യമാവുകയും ചെയ്യും. അതോടുകൂടി തന്നെ അവൻ വളരെ സ്വയം പര്യാപ്തനാവും. ഓരോ ഘട്ടങ്ങളിലും അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ രക്ഷിതാവിൻ്റെയും മറ്റു മുതിർന്നവരുടെയും വളരെ നല്ല രീതിയിലുള്ള ഒരു സമീപനം, നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റമാണ് അവന് കിട്ടുന്നതെങ്കിൽ ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് അവൻ സ്വയം പര്യാപ്തത കൈവരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സമൂഹത്തെ ഫേസ് ചെയ്യാൻ അവന് നല്ല രീതിയിലുള്ള കഴിവും ലഭ്യമാകും. അത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു, ആ പ്രശ്നത്തെ ഞാൻ പരിഹരിച്ചു, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടാൻ സാധിച്ചു എന്ന് ധൈര്യപൂർവ്വം സൊസൈറ്റിയോട് പറയാനും ആ വ്യക്തിക്ക് സാധിക്കും. ഇവിടെയെല്ലാം പാരൻറ്റിങ്ങിലെ ആ മികവാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ രൂപീകരിക്കുന്നത് എന്ന് നമുക്ക് യാതൊരുവിധ സംശയങ്ങളുമില്ലാതെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരോടുള്ള ഡീലിങ്ങിലും ഇതേ പക്വത കാണിക്കാൻ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യും. ഇത് എഫക്റ്റീവ് പാരൻറ്റിങ് സാധ്യമായ ഒരു തലത്തിൽ സംഭവിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസുകളാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. അതേപോലെ തന്നെയാണ് പാരൻറ്റിങ്ങിൽ രണ്ട് രീതിയിലൊരു പാരൻറ്റിങ് ഇടപെടും. അതായത് ഈ കുട്ടിയുടെ എഫക്റ്റീവ് പാരൻറ്റിങ്ങും എഫക്റ്റീവ് അല്ലാത്ത പാരൻറ്റിങ്. ഇപ്പോൾ എഫക്റ്റീവ് പാരൻറ്റിങ്ങിൽ എന്തൊക്കെ പോസിറ്റീവ് സൈഡ് ആ കുട്ടിക്ക് ലഭിച്ചു എന്നതുപോലെ തന്നെയാണ് അതായത് ഇത്തരം എഫക്റ്റീവ് അല്ലാത്ത ഒരു പാരൻറ്റിങ്ങിൽ അത്രയൊന്നും എഫക്റ്റീവ് അല്ലാത്ത പാരൻറ്റിങ് വഴി ആ കുട്ടിക്ക് ലഭിക്കുന്നത് അത്രയൊന്നും നല്ല അനുഭവങ്ങളായിരിക്കില്ല. പ്രശ്നം പറയാൻ ചെല്ലുമ്പോൾ താൻ അനുഭവിക്കുന്ന അവഗണനയും തൻ്റെ വിഷാദത്തെ അല്ലെങ്കിൽ തൻ്റെ പ്രശ്നത്തെ, തൻ്റെ ബുദ്ധിമുട്ടിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആരിലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായാണ് ആ
ആ വ്യക്തി മാറുന്നത്. അത്തരം സിറ്റുവേഷനിൽ സമൂഹത്തിൽ ഇടപെടുമ്പോഴെല്ലാം ആ ആത്മവിശ്വാസമില്ലായ്മ ആ കുട്ടിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ പ്രതിഫലിക്കും എന്നതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല. നിരന്തരം ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒരു പ്രശ്നത്തെ അതിൻ്റേതായ രീതിയിൽ മറികടക്കാനോ സാധിക്കാതെ വരും. അത്തരം മെൻറ്റാലിറ്റി കൊണ്ടാണ് പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിവില്ലാതെ ആത്മഹത്യയിലും മറ്റ് ലഹരി പോലെയുള്ള മാർഗങ്ങളിലും ഒരു വ്യക്തി അഭയം കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അവൻ്റെ ബാല്യകാലത്തിൽ അവൻ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു ബാല്യകാലം ആരുടെ കൈകളിലൂടെയാണ് കടന്നു പോകുന്നത്? തീർച്ചയായും അത് രക്ഷിതാക്കളുടെ കൈകളിലൂടെയാണ്. അപ്പോൾ ആ പാരൻറ്റിങ്ങിൽ എഫക്റ്റീവ് പാരൻറ്റിങ് സാധ്യമാക്കണമെങ്കിൽ നിരന്തരമായ ചിന്തയും മനസ്സും അതിനുള്ള ഒരു കഴിവും രക്ഷിതാവിനുണ്ടാകും. തൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിക്കോട്ടെ അത് കുഞ്ഞിലേക്ക് എത്താതെ, കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കാതെ, കുഞ്ഞ് സൊസൈറ്റിയെ നോക്കിക്കാണുന്ന വ്യൂ പോയിന്റിനെ ബാധിക്കാതെ എത്തിപ്പിടിക്കാൻ സാധിക്കേണ്ടത് രക്ഷിതാവിന് തന്നെയാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കിയാൽ പോലെ അവനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആ മനസ്സിലാവുന്നുണ്ട് എന്ന കാര്യം കുഞ്ഞിനു കൂടി അനുഭവവേദ്യമാണ്. അപ്പോൾ മാത്രമാണ് കുഞ്ഞിന് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാതെയാകും. ആ സെക്യൂറായ ഒരു മനസ്സിന് മാത്രമാണ് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് സാധിക്കും. മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സ് കൺട്രോളിൽ അല്ലെങ്കിൽ പഠനത്തിനെയോ മറ്റ് കലാകായിക മേഖലയിലോ ഉദ്ദേശിച്ച വിജയം സാധ്യമാക്കാതെ കുഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെടുന്നത് പലപ്പോഴും വേദനയോടെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും. എല്ലാ സാഹചര്യങ്ങളും ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരുക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ അവന് കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ആ സപ്പോർട്ടീവ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ട മാനസികമായിട്ടുള്ള സപ്പോർട്ടീവ് സിസ്റ്റം കൂടി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞാൻ അവനെ കരാട്ടെ ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട്, ഞാൻ അവനെ അബാക്കസ് ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ അവൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുണ്ട്. അവൻ വളരുന്നത് എൻ്റെ ഹൃദയത്തിലും കൂടിയാണ്. നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നിൻ്റെ ചെറിയ നേട്ടങ്ങളും നിൻ്റെ പരാജയങ്ങളും എല്ലാം എൻ്റേത് കൂടിയാണ്. ഞാൻ നിനക്ക് കൂടേണ്ടത്. നമ്മൾ പലതവണ പറഞ്ഞതാണ്. കാം കളക്റ്റീവിൻ്റെ പല എപ്പിസോഡുകളിലും നമ്മൾ ഈ ചേർത്ത് നിർത്തേണ്ടതിൻ്റെയും ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കുഞ്ഞിലുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഏത് ടോപ്പിക്കായിക്കോട്ടെ കേൾക്കുന്നവരിൽ ആവർത്തന വിരസത ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ വിഷയങ്ങളുടെയും മൂലക്കല്ലായി ഇരിക്കുന്നത് ഈ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും ഇതിനെ ഊന്നി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡും. എഫക്റ്റീവ് പാരൻറ്റിങ് നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞിനുണ്ടാവുന്ന കാര്യങ്ങൾ പലപ്പോഴും പാരൻ്റ് തൻ്റെ നിലപാട് കുഞ്ഞിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ്, ജഡ്ജ്മെൻ്റലായി കുഞ്ഞിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അവർക്കിടയിൽ ഒരു ഇൻറ്റിമസി ഇല്ലാതെ. ഇത്തരം ഇൻറ്റിമസി ഇല്ലാത്ത രക്ഷിതാവും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പലപ്പോഴും കുഞ്ഞ് കാണിക്കുന്നത് ഒരു വിഡ്രോവൽ സിൻഡ്രോം തന്നെയാണ്. കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും രക്ഷിതാവിൽ നിന്ന് മാറ്റി നിർത്തുകയും ക്രമേണ കുഞ്ഞ് വളരെയധികം ഇൻട്രോവേർട്ട് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങൾ പാരൻ്റ് ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ രക്ഷിതാവ് കുഞ്ഞിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഇൻവോൾവ്മെൻറ്റും എടുക്കാതിരിക്കുമ്പോഴും അത് കുഞ്ഞിനെ വളരെയധികം ബാധിക്കും. ഇൻവോൾവ് ചെയ്ത പാരൻറ്റിൻ്റെ, അതായത് പാരൻറ്റിങ്ങിൽ വളരെ ആക്റ്റീവായ ഒരു പാരൻറ്റിൻ്റെ കുഞ്ഞും ഒട്ടും ഇൻവോൾവ് ചെയ്യാത്ത ഒരു പാരൻറ്റിൻ്റെ കുഞ്ഞും രണ്ട് തലങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നോയിങ് അല്ല അത്യാവശ്യം, സെൻസിങ് ആണ് അത്യാവശ്യം എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ്
പാരൻറ്റിങ് എന്നത് വളരെയധികം നിർണായകമായ തലങ്ങളിൽ കൂടെയും അവസ്ഥകളിൽ കൂടെയും കടന്നു പോകുന്ന ഒന്നാണ്. പലപ്പോഴും ഒരു ശില്പം മെനയുന്ന അതേ ശ്രദ്ധ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവിയെ പടുത്തുയർത്താനുള്ള സ്വഭാവ രൂപീകരണമാണ് നമ്മുടെ കയ്യിൽ കൂടി കടന്നു പോകുന്നത്. ഒരിക്കലും നമുക്കൊരു സ്വഭാവം രൂപീകരിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അതിലേക്ക് നമ്മുടെ കുഞ്ഞിനെ എത്തിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് അപഗ്രഥിക്കാനും അതിൽ നിന്ന് മറികടക്കാനുള്ള മാർഗം കണ്ടെത്താനും രക്ഷിതാവിന് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ പാരൻറ്റിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരു ചിത്രകാരൻ പ്ലെയിനായി കിടക്കുന്ന തൻ്റെ ക്യാൻവാസിൽ 1000 വർണ്ണങ്ങൾ വാരി വിതറി ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുന്ന അതേപോലെ തന്നെയാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങായി അവനെ മാറ്റിയെടുക്കുമ്പോൾ ഒരു രക്ഷിതാവിൻ്റെ പങ്ക് വളരെയധികം നിർണായകമാണ്. കുഴഞ്ഞു കിടക്കുന്ന മണ്ണിൽ നിന്ന് ഒരു ശില്പി മനോഹരമായ ഒരു ശില്പം മെനഞ്ഞെടുക്കുന്ന അതേ കാര്യം തന്നെയാണ് നിസ്സഹായനായ ഒരു നവജാത ശിശുവിൽ നിന്ന് ഒരു നല്ല സോഷ്യൽ ബീയിങ്ങിനെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കൂടെ ജീവിക്കുന്ന കുഞ്ഞിനെ അറിയലല്ല, സെൻസിങ് ആണ്. അവൻ്റെ വികാരങ്ങളെ നമ്മുടെ വികാരങ്ങൾ തന്നെയാണ്, നമ്മുടെ സ്വപ്നങ്ങളാണെന്ന് വിചാരിച്ചൊരിക്കലും അടിച്ചേൽപ്പിക്കരുത്. അവനെ അവനായി വളരാൻ അനുവദിക്കുക. അവനിലൂടെ നല്ല ഒരു ലോകം സാർത്ഥകമാകാനുള്ള പരിശ്രമങ്ങളായിരിക്കണം ഒരു രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാർമൽ കാം കളക്റ്റീവിൻ്റെ മറ്റ് എപ്പിസോഡുകൾ വളരെ നല്ല രീതിയിൽ കാണുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നിങ്ങൾ ഈ അവസരത്തിൽ തികഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പലരും പല പോയിന്റുകളും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെടുത്തി അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ ഞങ്ങൾ അത്തരം മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ഏവരുടെയും സഹകരണം തുടർന്നുമുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നതിനും തികഞ്ഞ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ കാർമൽ സ്കൂളിലെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് നമ്മുടെ പ്രിൻസിപ്പൽ ഫാദർ പോൾ തിക്കനേറ്റിനും ബാക്കി മാനേജ്മെൻറ്റ് അംഗങ്ങൾക്കും ഈ കാം കളക്റ്റീവിൻ്റെ ഓരോ എപ്പിസോഡും വിജയകരമാക്കാൻ ഞങ്ങളോട് സഹകരിക്കുന്ന അധ്യാപകർക്കും ടെക്നിക്കൽ സൈഡിലുള്ള ഓരോരുത്തർക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടുകൂടി ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുകയാണ്. പാരൻറ്റിങ്ങിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുകയാണെങ്കിൽ